ഇനി ഓരോ ഘടകപൂരം ഇപ്പോൾ വടക്കുംനാഥ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മഠത്തിൽ വരെ പഞ്ചവാദ്യം, ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഇലഞ്ഞിത്തറ മേളം. കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലും ഈ ഒരു കാരണവശാലും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മഹിമയും പൊലിമയും കുറയ്ക്കാൻ പൂരപ്രേമികൾ തയ്യാറല്ല എന്നുകൂടിയാണ് തൃശ്ശൂരിലെ ചിത്രം നമ്മളോട് വിളിച്ചു പറയുന്നത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം രാവിലെ 11 മണിക്ക് ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവമ്പാടിയിൽ നിന്ന് നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ, ശരിക്കും മേളം മുറുകുമ്പോൾ നിഖിൽ പ്രമേഷിനും ഒന്ന് ആവേശം കൊള്ളാം. ഒരിത്തിരി സംഗീത താല്പര്യമുള്ള ആളല്ലേ, പറയൂ. മേളം മുറുകുമ്പോൾ നമുക്ക് ആവേശത്തോടു കൂടി അതിൽ അലിയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം ആവേശം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തിരുവമ്പാടി കണ്ണന്റെ പുറത്തേറി തിരുവമ്പാടി ഭഗവതി പുറപ്പാട് എഴുന്നള്ളത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരു മേളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3 ആനകളുടെ അടമ്പടിയിൽ വളരെ ആവേശപൂർവ്വമായിട്ടുള്ള ഒരു മേളമാണ് കാണാൻ കഴിയുന്നത്. ഒരുപാടധികം ആളുകൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മേളം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിനകത്ത് വെച്ചുള്ള മേളം തന്നെ ഇത്രയധികം ആവേശം വിതയ്ക്കുന്നെങ്കിൽ എന്തായിരിക്കും ഒരുപക്ഷെ ഈ മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളത്തിനൊക്കെ ആളുകൾ നൽകുന്ന സ്വീകാര്യത അത് എത്ര വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും 3 ആനകളുടെ അകമ്പടിയിലാണ് ഇവിടെ നിന്ന് തിരുവമ്പാടി കണ്ണന്റെ പുറത്തേറി ഭഗവതി പുറപ്പാട് എഴുന്നള്ളത്ത് ആരംഭിക്കുക. നാദസ്വരത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് ഭഗവതി ബ്രഹ്മസ്വം മഠത്തിലേക്ക് പോവുക. ബ്രഹ്മസ്വം മഠത്തിൽ എത്തിയ ശേഷം ഇറക്കി പൂജയ്ക്ക് ശേഷം കരിവീരൻ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുറത്തേറിയാണ് ഈ മഠത്തിൽ വരവിന് പിന്നീട് തുടക്കമാവുക. അത് ഈ പൂരത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. ഈ പൂരത്തിലെ പല കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മഠത്തിൽ വരവ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇലഞ്ഞിത്തറ മേളത്തിന്റെ ആരാധകരുണ്ട്, കുടമാറ്റത്തിന്റെ ആരാധകരുണ്ട്, വെടിക്കെട്ടിന്റെ ആരാധകരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഒരു ഫ്ലേവറാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ചിലരുടെയെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട മേളമാണ് മഠത്തിൽ വരവ്. അതിലേക്കുള്ള ഒരു യാത്രയാണ് സത്യത്തിൽ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരുപാടധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിമിലയും മദ്ദളവും ഇടക്കയും ഇലത്താളവും കൊമ്പും എല്ലാം ചേർന്ന പഞ്ചവാദ്യം എഴുന്നള്ളത്തിന്റെ മാറ്റുകൂട്ടും കോങ്ങാട് മധുവാണ് ഇത്തവണയും പ്രമാണത്തിലെത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും ആവേശം വിതയ്ക്കുന്നതാകും മഠത്തിൽ വരവ് എന്ന് ആരാധകർ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെല്ലാം പ്രതീക്ഷിക്കുന്നത് മഠത്തിൽ വരവ് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ സമാനമായിരിക്കും, അതിനേക്കാൾ മികച്ചതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഏറെ ദുഃഖങ്ങൾക്ക് നടുവിലാണ് ഇത്തവണത്തെ പൂരം നടക്കുന്നത്, ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ്. എന്നിരിക്കെ പോലും ഇത്തവണത്തെ പൂരവും ഏറ്റവും മികച്ചതായിരിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കുകയാണ്. വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ ഈ ദിനം അതെല്ലാം മറന്നുകൊണ്ട് ആവേശമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ബ്രഹ്മസ്വം മഠത്തിലേക്കുള്ള തിരുവമ്പാടി ദേവസ്വത്തിന്റെ യാത്ര ആരംഭിക്കും. തിരുവമ്പാടി ഭഗവതിയുടെ യാത്ര ആരംഭിക്കും. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് എസ് കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യർ. എന്തായാലും മേളം ഇവിടെ കൊഴുക്കുകയാണ് എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.